29 പേർ കൊല്ലപ്പെട്ട പഹൽഗാമിൽ ഭീകരാക്രമണത്തിലെ അക്രമികളുടെ രേഖാചിത്രം പുറത്തുവിട്ട സുരക്ഷാ ഏജൻസി. ആസിഫ്, സുലൈമാൻ, അബു എന്നിവരുടെ രേഖാചിത്രമാണ് പുറത്തുവിട്ടത്. അതേസമയം ലഷ്കർ ഇ തൊയ്ബ കമാൻഡർ കസൂരിക്ക് ഭീകരാക്രമണത്തിൽ പങ്കുണ്ടെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം ഇന്ന് തന്നെ നാടുകളിലെത്തിക്കും. ജമ്മുകാശ്മീരിൽ സുരക്ഷയ്ക്കായി കൂടുതൽ സൈന്യത്തെ വിന്യസിച്ചു. ഏറ്റവും പുതിയ വിവരങ്ങളുമായി സ്വാതി സന്തോഷ് ചേരുന്നു. സ്വാതി, എന്തൊക്കെയാണ് അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ? തുടർന്നുള്ള നടപടികൾ, യോഗങ്ങൾ അടക്കമുള്ള സമഗ്ര വിഷയങ്ങളിലേക്ക് പോയാൽ. ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ സുരക്ഷാ ഏജൻസി പുറത്തുവിടുകയാണ്. കൂടുതൽ വിവരങ്ങൾ വരുമ്പോൾ ആസിഫ്, സുലൈമാൻ, അബു തുടങ്ങിയ ഭീകരരെന്ന് സംശയിക്കുന്ന ആളുകളുടെ രേഖാചിത്രമാണ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. മാത്രമല്ല, ഈ ലഷ്കർ ഇ തൊയ്ബ കമാൻഡറായിട്ടുള്ള കസൂരിക്ക് ഈ ഭീകരാക്രമണവുമായി പങ്കുണ്ട് എന്ന സ്ഥിരീകരണം കൂടി സുരക്ഷാ ഏജൻസിയുടെയും അന്വേഷണ സംഘത്തിന്റെയും പാകിസ്ഥാന് ഇതിലുള്ള ബന്ധം കൂടിയാണ് കൂടുതൽ വെളിപ്പെടുന്നത്. അതേസമയം ഈ ജമ്മു കാശ്മീർ ഉൾപ്പെടെയുള്ള ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി കൂടുതൽ സൈന്യത്തെ അടക്കം വിന്യസിച്ചുകൊണ്ട് കൂടുതൽ ഊർജിതമാക്കാൻ തെരച്ചിലും അതോടൊപ്പം തന്നെ സുരക്ഷയും ഊർജിതമാക്കാനുള്ള ശ്രമങ്ങളാണ് സേനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കേന്ദ്രസേന അതോടൊപ്പം NIA അടക്കമുള്ള അന്വേഷണ ഏജൻസികളും ഇതോടൊപ്പം തന്നെ കശ്മീരിലെത്തിയിട്ടുണ്ട്. അതേസമയം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രി മോദിയും ഒക്കെ പങ്കെടുത്തുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർണായക യോഗം കൂടി ദില്ലിയിൽ ഇന്ന് വൈകിട്ട് 6 മണിക്ക് ചേരുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ്. അതിലായിരിക്കും നിർണായക തീരുമാനങ്ങൾ ഉണ്ടാവുക. തീർച്ചയായും വൈകിട്ട് കേന്ദ്ര മന്ത്രിസഭാ യോഗമുണ്ട്. അതിലായിരിക്കും നിർണായകമായ തീരുമാനങ്ങൾ, നടപടികൾ ഒക്കെ. എന്താണ് ഇനിയുള്ള പദ്ധതികൾ, ആക്ഷൻ എന്നതിനെ സംബന്ധിച്ച് തീരുമാനം അറിയാനാവുക?